ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കോളിഫ്ലവർ മസാല കറിയാണ്. ഇറച്ചിയെ വെല്ലുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് കോളിഫ്ലവർ മസാല കറി ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ റെസിപ്പി നോക്കിയാലോ? കോളിഫ്ലവർ, 2 സവാള അരിഞ്ഞതും 2 ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ എടുക്കുക. കോളിഫ്ലവർ അരിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് ഇടുക. അതുപോലെ തിളപ്പിച്ച ചൂടുവെള്ളം കോളിഫ്ലവറിലേക്ക് ഒഴിക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കുറച്ചു നേരം വെക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ അഴുക്കുകളും കീടങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മാറി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് വെക്കുന്നത്. ഇനി നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് കോളിഫ്ലവർ എല്ലാം വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് പാകം ചെയ്യാനായിട്ടുള്ള ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ കടുകൂടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ചൂട് വെളിച്ചെണ്ണയെ കടന്ന് ഇങ്ങനെ പൊട്ടുകയാണ്. അതിലേക്ക് 2 വറ്റൽമുളക് കൂടി ഇട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, വെളിച്ചെണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഉണ്ടല്ലോ, അത് ഈ സവാളയിലിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഈ പൊടികളെല്ലാം കൂടി ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ കോളിഫ്ലവർ എത്രയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഈ മസാല കൂട്ടിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂട് വെള്ളത്തിലിട്ടിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ, ആ കോളിഫ്ലവറോട് ഈ മസാല കൂട്ടിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ അരപ്പും കോളിഫ്ലവറോട് ഒന്ന് സെറ്റ് ആവണം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ മസാല നമ്മൾ കിടന്ന് തിളയ്ക്കുകയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലേ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസുകളും റെസിപ്പികളും ഷോർട്സുകളും ഒക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ എല്ലാവരും വീടുകളിൽ കോളിഫ്ലവർ മസാലക്കറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ചെയ്യണേ. അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം മറക്കാതെ. നമ്മുടെ ഈ കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ സ്പെഷ്യൽ കോളിഫ്ലവർ മസാലക്കറി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.